കേരള മോദി തൂക്കോ? പവർഫുൾ ലീഡർ ഇൻ ദ വേൾഡ്. ഭാഗ്യമല്ലേ, കാരണം മഹായോഗിയല്ലേ. മോദി തിരുവനന്തപുരം തൂക്കോ? നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ്. അനന്തപുരി ഇന്ന് ആവേശത്തിൽ ആറാടി നിൽക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള മലയാളികളാണ് അദ്ദേഹത്തെ കാണാൻ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, അവർ കാത്തു നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അല്ല. മോദിജി അവർക്ക് വെറുമൊരു പ്രധാനമന്ത്രി അല്ല, മറിച്ചൊരു വികാരമാണ്. അദ്ദേഹത്തോടുള്ള സ്നേഹാദരങ്ങളെ കുറിച്ച് ജനങ്ങളോട് തന്നെ നമ്മൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഒന്നും പറയാനില്ല. അതായത് വാജ്പേയി ഓൾറെഡി ഇതിനുള്ള മറുപടി പറഞ്ഞു വെച്ചു. ഈ വർഷത്തെ ഇലക്ഷൻ, ഈ വരുന്ന ഇലക്ഷൻ കഴിയുമ്പോൾ അന്ധേര ചട്ടാകെ സൂരജ് നികലേക ആൻഡ് കമൽ ബുലേക, അത്രേ ഉള്ളൂ. താമര വിരിയും. മോദിജിയെ കാണാൻ വന്നതല്ലേ? അതെ, കാണാൻ വന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റിനെ പറ്റിയിട്ട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഒരു നല്ല ഓറ ഉണ്ടായിരുന്നു, വളരെ അധികം ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. തിരുവനന്തപുരം മോദിജി തൂക്കുവോ? അതെനിക്കറിയില്ല. പരമഭാഗ്യമല്ലേ, കാരണം മഹായോഗിയല്ലേ. അതായത് ഇതുവരെ ഒരു ലീവ് പോലെ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്രയും വയസ്സായിട്ടും ആശുപത്രി കയറിയിട്ടില്ല. ഈശ്വര യോഗി നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് മാത്രമല്ല, പ്രധാനമന്ത്രി എന്നല്ല, അദ്ദേഹം തൊഴേണ്ടതാണ് എല്ലാവരും. അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം? പവർഫുൾ ലീഡർ ഇൻ ദ വേൾഡ്. പ്രധാനമന്ത്രി വന്ന എല്ലാവർക്കും വളരെ സന്തോഷം. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. ഇന്ത്യ ആവൂല, അതാണ് സത്യം. കേരള മോദി തൂക്കുവോ? കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. മോദി തിരുവനന്തപുരം തൂക്കുവോ? ചേച്ചി മോദി ഫാനാണോ? അതെ. മോദിജിയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ആ ഫാൻ മൊമെന്റിനെ പറ്റി ഒന്ന് എക്സ്പ്രസ് ചെയ്യാവോ? എങ്ങനെയുണ്ട്? ഫാനല്ലേ? തിരുവനന്തപുരം മോദി തൂക്കുവോ? മോദിയല്ല, ജയചേട്ടനും രാജീവ് ചന്ദ്രശേഖറും ജയിച്ചിരിക്കും. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് 4 മണ്ഡലങ്ങൾ. ഒന്നെന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ നേമത്തും, അതുപോലെ മുരളീധരൻ കഴക്കൂട്ടത്തും, ആറ്റിങ്ങല് സുധീറും, വർക്കല സ്മിത സുന്ദരേശനും ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. മോദി വരണം. ഓക്കെ. ഫാൻ മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മോദിജിയെ കണ്ട ഒരു നിമിഷത്തെ പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? നല്ല സന്തോഷമുണ്ട്, കണ്ടതിൽ നല്ല സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ എക്സ്പീരിയൻസ് ആണോ? തിരുവനന്തപുരം മോദി തൂക്കുവോ? തൂക്കും. തിരുവനന്തപുരം മോദി തൂക്കും, ഉറപ്പാണ്. മോദി തൂക്കും, ഉറപ്പ്. 5 സീറ്റ് പിടിച്ചിരിക്കും, ഉറപ്പ്. മോദിജി ടോപ്പ് 1 അല്ലേ, വേൾഡ് നമ്പർ 1 അല്ലേ. അപ്പൊ ഈ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് വന്നതിനെ തുടർന്ന് ഇലക്ഷന്റെ ഇതിൽ എന്തെങ്കിലും മാറ്റം? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. കേരളം കാണാൻ പോകുന്ന മാറ്റം. കേരളം മാറിയിരിക്കും, മാറണം. അതിനാണ് മെനക്കെടുന്നത്, മാറണം. സൂപ്പറാണ്. മോദിജി തന്നെ, മോദി കേരളത്തിൽ BJP തന്നെ ഭരിക്കും. നല്ല അഭിപ്രായം. മോദിജി തിരുവനന്തപുരം തൂക്കുവോ? ഈ ഇലക്ഷൻ മോദിജി തിരുവനന്തപുരം തൂക്കുമോ? പറഞ്ഞോളൂ, ആ ഒരു ഫാൻ മൊമെന്റ് എന്തായിരുന്നു മോദിജി? മോദിനെ കണ്ടിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. മോദി ഫാൻ അല്ലേ? മോദി ഫാനാണ്. പിന്നെ കൊല്ലത്തുനിന്ന് ടൂവീലറിലാണ് മോദിയെ കാണാൻ വേണ്ടിട്ട് വന്നത്. വളരെ നല്ല ഒരു അന്തരീക്ഷവും പ്രധാനമന്ത്രിയെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ഫാൻ അല്ലേ? അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മോദി ഭരണം കേരളത്തിൽ വരണമെന്ന് അഭിപ്രായമുണ്ടോ?